ഇന്നത്തെ പുതിയ PM ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജനീഷ് MLA നാട്ടിൽ വരാനായിട്ട് ചാൻസ് ഉണ്ട്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഈ ജനീഷ് MLAക്ക് ഇന്ന് വരാനായിട്ട് പന്തലൊരുക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇവിടെ MLAക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലമൊരുക്കി പന്തലിടുകയാണ്. ഞാൻ കാണിച്ചു തരാം, കണ്ടോ? അതിനോട്ട് ഒരുക്കാനായിട്ട് സുഹൃത്തുക്കളും എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ പന്തലുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കണ്ടത് എൻ്റെ സിസ്റ്റർ ജബൈബ. ഇത് ന്യൂസ് അല്ല, ശരിക്കും പ്രസംഗമായിട്ടാണ് ഞാൻ പറയാം. MLA വരുന്നത് കൊണ്ട് നമ്മൾ കണ്ടുകണ്ടിട്ടുണ്ട്. MLA വരുന്നതുകൊണ്ട് അവിടെ ടൈഗർ കണ്ടു കണ്ടു കാണിച്ചിട്ട് കണ്ടോ കണ്ടു എന്തോ കാണിച്ചു കാണിച്ചു കണ്ടു ഞാൻ കണ്ടു. ഞാൻ കാണിക്കാം. ഇത് എല്ലാ ആനിമൽസിനെയും കാണിക്കുകയാണ്. പക്ഷേ ഇത് കിട്ടുന്നു. ഇത് പിന്നെ ഇത് കഴിയും കൊടുത്തിട്ടു. ഇത് ഫിഷാണ്. അത് ഫിഷാണ്. ഇത് ലയൺ ആന. എല്ലാം ബൈ പിന്നെക്കാളും മുന്നിലെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് നിങ്ങളെ വരുന്നുണ്ട്. നിങ്ങളുടെ പപ്പ മമ്മി വരൂലേ? അപ്പം മമ്മി ഇവിടെ താമസിക്കുമല്ലേ? പിന്നെ വെനസ്ഡേ ആകുമ്പോൾ വരുമോ നിങ്ങൾ? ഭയങ്കര സന്തോഷമേ. സോറി, തേഴ്സ്ഡേയോ വെനസ്ഡേയോ ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുമോ നിങ്ങൾ? അപ്പോൾ വരുവാണെങ്കിൽ ഇവിടെ ജനീഷ് കുമാർ എന്ന് പറയുന്ന എൻ്റെ MLA എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അങ്കിളാണിത്. MLA ഇവിടെ വരുമ്പോൾ ഒരു അലങ്കോലമാക്കി കളയുകയെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ ചെടിയൊക്കെ വെച്ച് ഒരു പന്തലും ഒരു പാറയും കുളവും പോണ്ടും എല്ലാം കൂടെ ഉണ്ടാക്കാൻ പോകുന്ന സ്ഥലമായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ പന്തൽ മാത്രമല്ല കേട്ടോ, പന്തലായതുകൊണ്ട് കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഇതെല്ലാം ഒരുക്കുന്നത് ഞാൻ കാണിച്ചു തരും, ശ്രദ്ധിക്കണേ. വേണ്ട, ഇതെല്ലാം ഒരുക്കുന്ന ടൈമാണിത്. മേളിതുകൊണ്ട് ഷെൽഫിനകത്ത് കണ്ടോ സുഹൃത്തുക്കൾ. പിന്നെ ഇവിടെ നടക്കുമ്പോൾ നല്ല മരങ്ങളും നല്ല ചെടികളും ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ഞാൻ വെളിയിൽ അല്ലിപ്പോ അറിയാം, നിങ്ങൾ കണ്ടോളൂ. കേട്ടാ കേട്ടായതോ? അപ്പൊ ഇങ്ങനെ ഒരു ജനീഷ് കുമാർ എൻ്റെ അങ്കിളായൊരു MLAക്ക് ഇവിടെ വരാൻ ചാൻസ് തന്നതിന് വളരെ നന്ദി. അതുമല്ല, ഇവിടെ അലങ്കോലമൊക്കെ കളയരുതെന്ന് ദൈവത്തിനോട് ഒരു പ്രാർത്ഥന, അതും ഒരു പ്രാർത്ഥനയായിട്ട് എന്നോട് അത് പറഞ്ഞില്ലേ, മിക്കച്ചി പറഞ്ഞ പോലെ തന്നെ അത് ദൈവത്തിൻ്റെ ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞുതരും. അത് മിക്കച്ചി പപ്പ മമ്മിയൊന്നും കേൾക്കാതിരിക്കാനായിട്ട് മിക്ക ചേച്ചിയുടെ വാട്സപ്പിലാണ് ഈ വീഡിയോ ഞാൻ അയക്കുന്നത്. കാരണം ഇത് ആരോടും പകർത്തുന്നു. പക്ഷെ മമ്മിയോടും പപ്പയോടും പകർത്താം. പക്ഷെ പറയാം ഞാൻ പറയുന്നത് മിക്ക ചേച്ചി ഫോണിനോട് തന്നെ ഞാൻ ഉയർത്തത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയില്ലേ ആ ടൈമിൽ ഒരു 1 ഇയർ കണ്ടായിരുന്നു. അപ്പോൾ
അന്ന് ഓണക്കാറ്റ് ഒന്ന് കുഞ്ഞിന് കൊടുത്തില്ലേ, അപ്പോൾ ഇത് രണ്ടുപേർക്കും കുറച്ച് കൂടുതൽ കൊടുക്കുന്നു പറഞ്ഞിട്ട് നമുക്ക് ലാഭമല്ല. ഇത് ലാഭമൊന്നുമല്ല, നമ്മൾ അവരെ കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കൂലേ. മിക്കിച്ച് വന്നിട്ട് ആ ഓണക്കാർഡ് കൊടുത്തില്ലേ, അത് കൊടുത്തിട്ട് ഭയങ്കരമായിട്ട് കഴിച്ചിട്ടായിരുന്നു. അത് പക്ഷെ അവർ എടുക്കാൻ വേണ്ടിയല്ല, അത് മിക്കിച്ച് കുറച്ച് കഴിഞ്ഞ് കൊടുത്തിട്ട് കരയരുതായിരുന്നു. കരഞ്ഞായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വലിയ ദാനമായിരുന്നു. മിക്കിച്ച് അത് കൊടുത്തോണ്ട് മാത്രമാണ് ഈ ദാനം വന്നത്. എന്തുവാ, ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന കാർഡ്സില്ലേ, അതെടുത്ത് തന്നപ്പോഴത്തേക്കും മിക്കിച്ചേച്ചി കുറച്ചു നേരം ഒന്ന് കരഞ്ഞു. അത് ശരിയല്ല കേട്ടോ. അപ്പം നമ്മുടെ ബാങ്കിൽ വരുന്നത് കഴിച്ചിട്ട് നമുക്ക് കഴിയാമെന്നാ, പക്ഷെ അത് നമ്മൾ പുറത്ത് കാണിക്കില്ലെന്ന് മിക്കിച്ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ അത് നമുക്കൊരു വലിയ കരച്ചിലായിട്ട് മാറും. നമ്മുടെ കണ്ണുനീര് ആരെയും കാണിക്കില്ലേ. ഇപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്ന ടൈമിൽ മിക്കിച്ചേച്ചി അത് മേടിക്കുന്നില്ല. ഞാൻ എടുത്ത് വെച്ചത് എന്നുവെച്ചാൽ മിക്കിച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയ ആ ഓണക്കാർഡ്സിനെ എനിക്ക് ഭയങ്കരമായിട്ട് തന്നപ്പോഴും അത് തന്നപ്പോഴത്തേക്കും അതൊരു ശരി പോയി. ഞാൻ തന്നപ്പോഴത്തേക്കും മിക്കിച്ചേച്ചി മേടിച്ചില്ല. അതെനിക്ക് വലിയ സങ്കടമായിപ്പോയി. ഇനി ഞാൻ ഈ കാര്യത്തിന് വിഷയമായേ ആക്കത്തില്ല. അത് കാരണം എനിക്ക് സങ്കടം വന്നത് കൊണ്ട് മാത്രമല്ല, നിങ്ങൾ കടിയിരുന്ന് എനിക്കത് അത്രേ പറയുള്ളൂ. നീ എത്ര പറയുള്ളൂ, എനിക്കത്ര പറയുള്ളൂ. മിക്കച്ചേച്ചി അന്നേരം ജമായിമയ്ക്കും കുട്ടനും പിന്നെ കുഞ്ഞാച്ചക്കുട്ടനും ഒന്ന് കുറച്ച് കൊടുത്തത് മിക്കച്ചേച്ചി ലാഭമല്ല വരാൻ പോകുന്നത്. മിക്കച്ചേച്ചിക്ക് ഇനിയും കിട്ടാനായിരുന്നു പോകുന്നത്. ആ ടൈമിൽ മിക്കച്ചേച്ചി അത് വേണ്ടാന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും സങ്കടമാക്കുന്നൊരു കാര്യമാണ്. അത് നമ്മളെ ചേച്ചി കൊടുത്തില്ലേ മിക്കച്ചേച്ചി അത് കൊടുത്തോണ്ട് മാത്രം ഒരു വലിയൊരു കാര്യമുണ്ടായി. ഇതറിയോ, മിക്കച്ചേച്ചി അത് കൊടുത്തോണ്ട് മാത്രം മിക്കച്ചേച്ചി ഞാൻ തരാൻ വന്നത്, മനസ്സിലായോ? ഇനി മിക്കച്ചേച്ചി ഇനി എന്തെങ്കിലും ഓരോന്ന് ഷെയർ ചെയ്തു. പിന്നെ എൻ്റെ കയ്യിലോട്ട് കുഞ്ഞാച്ചി എങ്ങനെ തന്നെന്നറിയോ, ആ ഫ്രൂട്ട് മിക്കച്ചേച്ചി വാങ്ങിച്ചോണ്ടിരുന്നപ്പോൾ വരക്കിട്ടോണ്ടിരിക്കുവായിരുന്നോ. ആ ടൈമിൽ മിക്കച്ചേച്ചിക്ക് അത് കൊടുക്കാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ അത് ലാസ്റ്റ് ടൈമിൽ കൊടുക്കുന്ന അടുത്തമായി പറഞ്ഞപ്പോൾ കൊടുത്തില്ലേ, ആ ടൈമിൽ അത് കൊടുത്തോണ്ട് മാത്രമാണ് മിക്കി ചേച്ചിക്ക് ഞാൻ കൊടുക്കട്ടെ എന്ന് വെച്ചാൽ മിക്കി ചേച്ചിക്ക് ഒന്ന് കൊടുക്കട്ടെ ഞാൻ കുറച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് അവൾ കൊടുത്തോണ്ട് മാത്രം തിരിച്ച് തരാൻ കൊടുത്തോണ്ട് ചോദിച്ചപ്പോൾ കൊടുത്തു. അങ്ങനെ പറഞ്ഞോണ്ട് മാത്രമാണ് മിക്കി ചേച്ചിക്ക് ആ ഫ്രൂട്ട് എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. എന്നിട്ട് മിക്കി ചേച്ചി ലൈക്ക് മേടിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. പക്ഷേ അതൊരു കാര്യമുണ്ട്, ഇനി നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ മിക്കി ചേച്ചിക്ക് അത് ഷെയർ ചെയ്യാം. എനിക്ക് അത്രേ പറയുള്ളൂ. കാരണമായിട്ട് ചേച്ചിക്ക് അത്രയേ പറയുള്ളൂ. അതുപോലെ തന്നെ ഞാനും പറയുന്നു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നു, അത് കുട്ടിച്ചത് പങ്കിട്ട ഒരു കാര്യം ഒന്ന് പങ്കിട്ടില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. അതാ ഇത്ര നേരം ഞാൻ പഠിച്ചോണ്ടിരുന്നത്. അത് ഞാൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നത് ലാസ്റ്റ് വന്ന് ചേച്ചിക്ക് വീരായിരുന്നു. എന്നുവെച്ചാൽ ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു വീഴ്ചയിൽ ഇനി പിന്നെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയിട്ട് വരേണ്ട ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ മിക്കി ചേച്ചി ഷെയർ ചെയ്തായിരുന്നെങ്കിൽ അതുകൊണ്ട് മാത്രം മിക്കി ചേച്ചിക്ക് ഒരു നല്ല നന്മ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മിക്കി ചേച്ചി വലിയ കുട്ടിയല്ലേ, 9 years old ഉണ്ട്. ഞാൻ എന്തായാലും ചെറിയത് 5 വയസ്സോളേ ഉള്ളൂ. അത് ഞാൻ പറയുമ്പോൾ